ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ KTU ഡിസംബർ 2019 ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഫൈൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോർ എ സീരീസ് കോഎഫിഷ്യന്റ് ഓഫ് ദ പീരിയോഡിക് സീക്വൻ എക്സ് ഓഫ് എൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആൻഡ് ദ ഫണ്ടമെന്റൽ ടൈം പീരീഡ് ഈസ് n is equal to 8. സോ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കാണും? ആദ്യം നമുക്ക് ഇതിൻ്റെ എക്സ് ഓഫ് എൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. സോ സപ്പോസ് എക്സ് ഓഫ് എന്നിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 0 to 4, ദാറ്റ് ഈസ് 0യും 4ഉം ഉൾപ്പെടെയാണ് നമുക്ക് ഈക്വൽ ടു വരുന്നുണ്ട്. സോ 0 to 4 വാല്യൂ 1 ആണ്. സോ ദാറ്റ് മീൻസ് സപ്പോസ് ദിസ് ഇസ് 0, 1, 2, 3, 4 ഇത്രയും വരെ വാല്യൂസ് എന്ന് പറയുന്നത് 1 ആണെന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് സപ്പോസ് ദിസ് ഇസ് 1, ദിസ് ഈസ് ദ ഫസ്റ്റ് സീക്വൻസ്. സോ ഇത്രയും വരെ വാല്യൂ നമുക്ക് 1 ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 5 to 7 ഇറ്റ് ഈസ് 0. സോ സപ്പോസ് ദിസ് ഇസ് 5, 6, 7 ഈ 3 വാല്യൂസിലും ഇതിന് 0 ആണ് വാല്യൂ വരുന്നത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത്. സോ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഫോറിയർ സീരീസ് ആയതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് സിഗ്നൽ ആയിരിക്കും. സോ ഇതിൻ്റെ ടൈം പീരീഡ് ആണ് നമുക്ക് തന്നിട്ടുള്ള n is equal to 8 എന്ന് പറയുന്ന വാല്യൂ. ഈ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രം പോയിന്റ് 8 to പിന്നെയും നമുക്ക് ഈ ഒരു സീക്വൻസ് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണ് നമ്മളുടെ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളുടെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എത്തുന്ന എഴുതുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു, എക്സ്പ്രഷൻ ഇങ്ങനെയായിരുന്നു, സമ്മേഷൻ k is equal to 0 to n minus 1. ഇതിൽ n നമ്മളുടെ ഫണ്ടമെന്റൽ ടൈം പീരീഡ് ആണ്. ck e to the power j k omega n. ഇതാണ് നമ്മളുടെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിൽ ck ആണ് ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഈ ck കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? ദിസ് ഈസ് ഈക്വൽ ടു 1/n സമ്മേഷൻ n is equal to 0 to n minus 1 x of n into e to the power minus j k omega n. ഇതാണ് നമ്മളുടെ ck കാണാനുള്ളതിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ckയുടെ വാല്യൂസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടുമല്ലോ. ദാറ്റ് ഈസ് എക്സ് ഓഫ് 0 is equal to 1, എക്സ് ഓഫ് 1 is equal to 1. ഇതാണ് നമ്മളുടെ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ വാല്യൂസും ഇവിടെ കണ്ടു നോക്കാം. സോ ഫസ്റ്റ് C0 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. C0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/n. n എന്താണ്? നമുക്ക് 8 ആണ് വരുന്നത്. സമ്മേഷൻ n is equal to 0 to n minus 1. സോ 7. ഫസ്റ്റ് എക്സ് ഓഫ് n into e to the power minus j k omega n ആണ് നമുക്ക് വരുന്നത്. സോ ഈ ലിമിറ്റിൽ ഓരോ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C0 കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിൽ C0 എന്ന് പറയുന്നത് എന്താണ്? k is equal to 0 എന്ന് പറയുമ്പോഴാണ് നമുക്ക് C0 കിട്ടുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/8. ആദ്യം നമുക്ക് n is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n is equal to 0 ആണെങ്കിൽ x of 0 വരും. x of 0 എന്താണ്? 1 ആണ്. സോ 1 into e to the power 0 ആയി പോവും. ഇറ്റ് വിൽ ബി 1 പ്ലസ് അടുത്ത ടൈമിൽ n is equal to 1 വരികയാണ്. n is equal to 1 വരുന്ന സമയത്ത് എന്താ വരിക? x of 1 is equal to 1. ദെൻ e to the power k is equal to 0 ആയതുകൊണ്ട് തന്നെ ഫോർ C0 എക്സ്പ്രഷൻ e to the power എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. e to the power 0 1 ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ദാറ്റ് മീൻസ് എക്സ് ഓഫ് എൻ, എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് എഗെയിൻ എക്സ് ഓഫ് 2 നോക്കിയാൽ അത് 1 ആണ്. എക്സ് ഓഫ് 3 നോക്കിയാൽ അത് 1 ആണ്. ബാക്കിയുള്ള എല്ലാം 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? 1, 2, 3, 4, 5 വിച്ച് ഇസ് ഈക്വൽ ടു 5/8 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? C0 കിട്ടിയത്. സിമിലർലി k is equal to നമ്മൾ 1 കാൽക്കുലേറ്റ് ചെയ്യുക. 1 കാൽക്കുലേറ്റ് ചെയ്യുന്ന C1 is equal to 1/8. സമ്മേഷൻ എന്ത് വരും? സെയിം n is equal to 0 to 7 x of n e to the power minus j omega k എന്ന് പറയുന്നത് 1 ആണ്. omega n വരും. ഇവിടെ നമുക്ക് k എന്ന് പറയുന്ന വാല്യൂ എന്തായിരുന്നു? 0 ആയിരുന്നു. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/8. n is equal to നമ്മൾ 0 കൊടുക്കുകയാണ്. n is equal to 0 കൊടുക്കുന്ന സമയത്ത് ഈ വാല്യൂ 0 ആയി പോകും. എക്സ് ഓഫ് 0 എന്താണ്? 1 ആണ്.
പ്ലസ് ഇനി എന്നിന് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിലോ ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ കിട്ടും. എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 1 ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ പ്ലസ് എൻ ഇസ് ഈക്വൽ ടു 2 കൊടുക്കുന്ന സമയത്തോ ഇ ടു ദ പവർ മൈനസ് 2 ജെ ഒമേഗ ആണ് നമുക്ക് കിട്ടുക. സോ എക്സ് ഓഫ് 2 ഈസ് 1 ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് 2 ജെ ഒമേഗ പ്ലസ് 1 ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് 3 ജെ ഒമേഗ. ഓക്കെ, പ്ലസ് 1 ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് 4 ജെ ഒമേഗ. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ദിസ് ഈസ് ദ സെക്കൻഡ് വാല്യൂ C1. ഇതുപോലെ നമ്മൾ k ഈസ് ഈക്വൽ ടു 2 കാണണം, ദെൻ k ഈസ് ഈക്വൽ ടു 3 കാണണം, ആൻഡ് k ഈസ് ഈക്വൽ ടു 4 കാണണം. സോ k ഈസ് ഈക്വൽ ടു 5, 6, 7 വാല്യൂസ് എന്താണ്? അത് എക്സ് ഓഫ് എൻ ഈസ് ഓൾവേസ് 0. സോ ആ വാല്യൂസ് നമ്മൾ കാണണ്ട. അപ് ടു k ഈസ് ഈക്വൽ ടു 4 വരെയുള്ള വാല്യൂസ് കാണാം. അതാണ് നമ്മളുടെ കോഎഫിഷ്യന്റ് വാല്യൂസ് എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ഈ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഈ വാല്യൂസുകൾ നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതിൽ ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഇസഡ് ട്രാൻസ്ഫോം. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൂഫാണത്. ഓക്കെ, സോ ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള അടുത്ത 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫൈൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എക്സ് ഓഫ് എൻ. സോ ആദ്യം നമുക്ക് എക്സ് ഓഫ് എൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ എക്സ് ഓഫ് എൻ നമുക്ക് തന്നിട്ടുള്ള എങ്ങനെയാണ്? 0 to 4 വരെ 1 ആണ് നമുക്ക് തരുന്നത്. സോ ദാറ്റ് മീൻസ് 0, 1, 2, 3 and 4 ഇത്രയും വാല്യൂസിൽ നമുക്ക് 1 ആണ് ആൻഡ് ഇവിടെ സിഗ്നലിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് 0 അതർവൈസ് ബാക്കിയുള്ള എല്ലാ വാല്യൂസിലും 0 ആണ്. ദിസ് ഈസ് അവർ എക്സ് ഓഫ് എൻ. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ കാണാനുള്ള എൻ്റെ എക്സ്പ്രഷൻ എന്താണ്? സമ്മേഷൻ n ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. പക്ഷേ നമുക്ക് ആകെ വാല്യൂസ് വരുന്നത് എന്താണ്? 0 to 4 വരെയാണ് വരുന്നത്. സോ n ഇസ് ഈക്വൽ ടു 0 to 4 നമുക്ക് കൊടുക്കാം. ദെൻ എക്സ് ഓഫ് n ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ എൻ. ഇതിൻ്റെ എക്സ്പാൻഷനാണ് നമ്മൾ കാണേണ്ടത്. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1, എക്സ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1, എക്സ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 1, എക്സ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഓഫ് 4 ഇസ് ഈക്വൽ ടു 1 കിട്ടും. ബാക്കിയുള്ള എല്ലാ വാല്യൂസും 0 ആണ്. സോ ദാറ്റ് മീൻസ് ഇതിനകത്ത് n ഇസ് ഈക്വൽ ടു നമ്മൾ 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് 0, സോ 1 ഇൻറ്റു ഇ ടു ദ പവർ 0 ആണ് നമുക്ക് കിട്ടുക 1 പ്ലസ് സെക്കൻഡ് ടേം n ഇസ് ഈക്വൽ എക്സ് ഓഫ് 1 ഈസ് ഓൾസോ 1 ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ പ്ലസ് 1 ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് 2 ജെ ഒമേഗ പ്ലസ് 1 ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് 3 ജെ ഒമേഗ പ്ലസ് 1 ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് 4 ജെ ഒമേഗ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എൽ ടി എ സിസ്റ്റം. നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഔട്ട്പുട്ട് y ഓഫ് എൻ ഓഫ് ദ സിസ്റ്റം യൂസിങ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഇൻപുട്ട് എന്ന് പറയുന്നതും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വി നോ y ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗ അല്ലേ? സോ ഈ ഇക്വേഷനകത്ത് നമുക്ക് എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്, അതുപോലെ എച്ച് ഓഫ് എൻ തന്നിട്ടുണ്ട്. സോ രണ്ടിൻ്റെയും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം കാണുക, മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? y ഓഫ് ഒമേഗ കിട്ടും. എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാൽ y ഓഫ് എൻ കിട്ടും. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ ഒന്ന് എടുത്തെഴുതാം. എന്തായിരുന്നു? എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? എച്ച് ഓഫ് ഒമേഗ നമുക്ക് എടുത്തെഴുതാം ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എൻ യു ഓഫ് എൻ ആണെങ്കിൽ എന്തായിരിക്കും എച്ച് ഓഫ് ഒമേഗ എന്നുള്ളത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.3 ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ. സിമിലർലി എക്സ് ഓഫ് ഒമേഗ നമുക്ക് എങ്ങനെ എഴുതാം? 2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ 2 ഇൻറ്റു ബാക്കി വരുന്ന ടേം എങ്ങനെ വരും? 1 ബൈ 1 മൈനസ് 0.1 ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ.
ഇതാണ് നമുക്ക് എച്ച് എഫ് ഒമേഗയും എക്സ് എഫ് ഒമേഗയും കിട്ടുന്നത്. ഇതിനെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വൈ എഫ് ഒമേഗ കിട്ടും. സോ ലെറ്റ് us ഡു ദാറ്റ്. വൈ എഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് 0.3 e to the power minus j omega 2 divided by 1 minus 0.1 e to the power minus, ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് വെച്ചു. ദിറ്റ് ഇസ് നത്തിങ് ബട്ട് a divided by 1 plus 0.3 e to the power minus j omega plus b divided by 1 minus 0.1 e to the power minus j omega. ഇതിൻ്റെ a and b യുടെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാണ്. ഈ വാല്യൂസിനെ നമ്മൾ എവിടെ ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എയുടെ വാല്യൂ എന്താണ്? 3 ആണ്. സോ 3 divided by 1 minus 0.3 e to the power minus j omega പ്ലസ് ബിയുടെ വാല്യൂ എന്താണ്? -1 ആണ്. സോ -1 divided by 1 minus 0.1 e to the power minus j omega. This is nothing but y of omega. ഇതിൻ്റെ ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n കിട്ടും അല്ലേ? സോ y of n എന്തായിരിക്കും? 3 കോൺസ്റ്റന്റ് ആണ്. ബാക്കി വരുന്നത് എന്താണ്? 1/1 minus 0.3 e to the power minus j omega. ഇതിൻ്റെ ഇൻവേഴ്സ് എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടാണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 0.3 to the power n into u of n minus, so 1 divided by 1 minus 0.1 e to the power minus j omega യുടെ ഇൻവേഴ്സ് എന്താണ്? that is nothing but 0.1 to the power n u of n. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതിന് 10 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.